സാർ നമസ്കാരം. നമസ്കാരം. കേരളം കണ്ട ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു മൺമറഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടി. ഇന്ന് ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് 3 വർഷം തികയുന്നു. ഈ 3 വർഷം തികയുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവിനെ, ഉമ്മൻചാണ്ടി എന്ന സുഹൃത്തിനെ ഒക്കെ ഓർമ്മിക്കാൻ ക്രൈം പത്രാധിപരായ നന്ദകുമാർ സാറിനെ പോലെ അതിന് അനുയോജ്യനായ ആളുകൾ വേറെ ആരുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇത് ഞാൻ ആലങ്കാരികമായി പറയുന്നതല്ല. ഒരു വേള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ചില പരാമർശങ്ങൾ സാർ ഉയർത്തിക്കൊണ്ടുവരികയും പിന്നീട് ആ വിഷയത്തിൽ സാറ് ചെയ്ത റിപ്പോർട്ടായിരുന്നു ശരി എന്ന രീതിയിൽ ഉമ്മൻചാണ്ടി സാറിനോട് തുറന്നു പറയുകയും ഒരു വേള അദ്ദേഹത്തിന് അതിൽ പശ്ചാത്താപം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. അന്നു മുതൽ അദ്ദേഹം മരണപ്പെടുന്നത് വരെ സുദൃഢമായിട്ടുള്ളൊരു വ്യക്തിബന്ധം, സൗഹൃദം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇപ്പോൾ പുതുപ്പള്ളി MLA ആയ ചാണ്ടി ഉമ്മനുമായുള്ള ബന്ധം. ഉമ്മൻചാണ്ടി എന്ന ആ വലിയ മനുഷ്യൻ, ജനസ്വീകാര്യനായ നേതാവ്, അദ്ദേഹം അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ഒരുപാട് വേട്ടയാടലുകൾക്ക് വിധേയനായ മനുഷ്യനാണ്. രാഷ്ട്രീയമായി പലപ്പോഴും അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി സദാചാര വിശുദ്ധമല്ലാത്ത പല കാര്യങ്ങളും, അതായത് ഉമ്മൻചാണ്ടിയെപ്പോലുള്ള ഒരു നേതാവുമായി ഒരിക്കലും ബന്ധപ്പെടുത്തി കേൾക്കാനോ പറയാനോ സാധ്യതയില്ലാത്ത ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് 2016 തെരഞ്ഞെടുപ്പിന് മുമ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സോളാർ സരിതയുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ചെയ്ത കാര്യം, അന്വേഷണം നടക്കട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തനിക്ക് ഒരു തരത്തിലും ഒരു പുലബന്ധം പോലുമില്ലാത്ത ആ കേസിന് അന്വേഷിക്കുന്നതിന് വേണ്ടി സോളാർ കമ്മീഷന് മുന്നിൽ വരെ, ജസ്റ്റിസ് ശിവരാജൻ കമ്മീഷന് മുന്നിൽ വരെ അദ്ദേഹം മണിക്കൂറുകളോളം ഇരുന്നു കൊടുത്തു. പിന്നീട് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആ വിഷയത്തിൽ കുറ്റക്കാരനല്ല എന്ന് കോടതി വിധി വന്നു കാണാനുള്ളൊരു ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായി. എങ്കിലും അദ്ദേഹത്തിനുണ്ടായ അസുഖം മൂർജിക്കുന്നതിനും അതുവഴിയുള്ള അവശതകൾ അനുഭവിക്കുന്നതിനുമെല്ലാം അത് കാരണക്കാരെ ആ ഒരു വിഷയം വലിയൊരു ചർച്ച തന്നെ കേരളത്തിലായി. അപ്പോഴും ഉമ്മൻചാണ്ടിയെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു, ഇത്രത്തോളം സദാചാര വിശുദ്ധനായൊരു നേതാവ് കേരളത്തിൽ ഇനി ഉണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷവും നമ്മളത് സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ന് അദ്ദേഹത്തിൻ്റെ 3ാം ചരമവാർഷിക ദിനം ആചരിക്കുന്ന ഈ വേളയിൽ എങ്ങനെയാണ് പഴയ സുഹൃത്തിനെയും കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാവിനെയും നന്ദകുമാർ സാർ നോക്കിക്കാണുന്നത്, അനുസ്മരിക്കുന്നത്? എനിക്ക് ഉമ്മൻചാണ്ടിയുമായിട്ട് പറഞ്ഞാൽ തീരാത്തത്ര ബന്ധങ്ങളും അനുഭവങ്ങളും പറയാനുണ്ട് യഥാർത്ഥത്തിൽ. എന്നിരുന്നാലും ഒറ്റ കാര്യം മാത്രം പറയാം. എന്നെ 1999 ജൂൺ 30 അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് കാരണമായിട്ടുള്ള ഒരു പരാതി കോൺഗ്രസ് ചെങ്ങന്നൂർ MLA ആയ ശോഭന ജോർജിൻ്റെ ആയിരുന്നു. എന്നാൽ ഇത് യഥാർത്ഥത്തിൽ ശോഭന ജോർജ് അല്ല പരാതി തയ്യാറാക്കിയതും ഇങ്ങനത്തെ കാര്യങ്ങൾ നീക്കിയതും പി ശശിയായിരുന്നു. പി ശശിയും ശോഭന ജോർജും അടുത്ത കൂട്ടുകാരായിരുന്നു. ശോഭന ജോർജ് ചെങ്ങന്നൂരിൽ MLA ആയിരിക്കെ അവരെക്കുറിച്ച് അവർ നടത്തിയ ഒരു അഴിമതിയും അതേപോലെ തട്ടിപ്പുകളും എല്ലാം പറഞ്ഞുകൊണ്ട് പ്രസിദ്ധീകരിച്ച ഈ കളി നടത്തുക ശോഭന ജോർജ് എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച ഒരു അന്വേഷണ റിപ്പോർട്ടായിരുന്നു കേസിനാസ്പദം. അപ്പം ഈ സന്ദർഭത്തിൽ ശോഭന ജോർജ് അവിടെ വരികയും ചെങ്ങന്നൂരിൽ വരികയും അവിടെ ഗുണ്ടകൾ ഒന്നുമായി ക്രൈമിൻ്റെ കോപ്പിൽ പിടിച്ചെടുത്ത സമയത്ത് ഞാൻ ആലപ്പുഴ പോലീസ് ഓഫീസർക്ക് SP-ക്ക് പരാതി കൊടുത്തു. ഇത് അറിഞ്ഞതോടുകൂടി ശോഭന ജോർജ് നേരെ തിരുവനന്തപുരത്ത് പി ശശിയുമായി ആലോചിച്ച് കാര്യങ്ങൾ എന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തു. അവർ പറഞ്ഞ വാചകം തന്നെയുണ്ട്. പി ശശിക്ക് നന്ദകുമാറിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു. ഐസ്ക്രീം പാർലർ പെൺവാണിഭത്തിൽ കല്ലട സുകുമാരൻ റിപ്പോർട്ട് പുറത്തുവിടുകയും അതേപോലെ 1 കോടി രൂപ വാങ്ങുകയും ചെയ്തു എന്ന് പറയും വാർത്ത പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് പി ശശിക്കുള്ള കലിപ്പ് തീർക്കാൻ റെഡിയായി നിൽക്കുന്നത്. അപ്പോഴാണ് ഈ കാര്യവുമായി ചെല്ലുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെ ഒരു പരാതി തയ്യാറാക്കിക്കൊള്ളാം, ഒരു അഡ്വക്കറ്റിനെ കൊണ്ട്, ശോഭന ജോർജ് ഒപ്പിട്ടെന്നാൽ മതി, കൂടാതെ കോൺഗ്രസിലെ മുതിർന്ന 4 നേതാക്കന്മാർ കൂടി വരണം. ആരാണോ അവരൊക്കെ? ഉമ്മൻചാണ്ടിയാണ്, രണ്ടാമത്തത് കാർത്തികേയൻ, മൂന്നാമത് അതുപോലുള്ള 4 MLA-മാർ. അപ്പോൾ ഈ 4 MLA-മാരും കൂടി ഒപ്പിട്ടിരുന്നു. ആ ഒപ്പിട്ട സംഭവത്തിൽ
അങ്ങനെയാണ് ഈ 4 MLA-മാരും കൂടെ ഒപ്പിട്ടോട് കൂടിയിട്ടാണ് പി ശശി എന്നെ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്തതും ജയിലിൽ വെച്ച് കൊല്ലാൻ പ്ലാൻ ചെയ്തൊക്കെ. അതൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന കാര്യം. പിന്നീട് ഉമ്മൻചാണ്ടി എന്നെ ഈ കുറേ കാലത്തിന് ശേഷം എന്നെ നേരിട്ട് കാണുകയും കോട്ടയത്തെ ഒരു ഫംഗ്ഷനിൽ അദ്ദേഹം ഓടി വന്ന് എൻ്റെ അടുത്ത് ക്രൈം നന്ദകുമാറല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുകയും എന്നോട് പറഞ്ഞു എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, തെറ്റിപ്പറ്റിപ്പോയി, എനിക്കത് തിരുത്തണം, എന്താണ് തെറ്റെന്ന് ചോദിച്ചപ്പോൾ നന്ദകുമാറിനെതിരെ ശോഭന ജോർജിൻ്റെ പരാതി എന്ന് പറഞ്ഞു കൊടുത്തത് അവർ പറ്റിച്ചതായിരുന്നു, എന്നെ കള്ള പരാതിയായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലായത്. പേര് നന്ദകുമാറിന് ഒരു ദിവസം ജയിലിലൊക്കെ അടക്കേണ്ടി വന്നു. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ എന്തെങ്കിലും അധികാരത്തിൽ വന്നാൽ അന്ന് ഈ കേസ് പിൻവലിക്കും എന്നോട് പറഞ്ഞു. ഇത് കള്ളമാണെന്ന് എനിക്കറിയാം. അങ്ങനെ 2004 അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴാണ് എന്നെ നേരിട്ട് വിളിപ്പിക്കുകയും അവിടെ ചെന്നൊരു പരാതി കൊടുക്കാൻ പറയും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലെ ആദ്യത്തെ പരിപാടികളിൽ ഒന്നായിരുന്നു എൻ്റെ കേസ് പിൻവലിച്ചത്. ഇതിലപ്പുറം അദ്ദേഹത്തെ ഉദാഹരിക്കാൻ വേറെ എന്തെങ്കിലും വേണോ? കാരണം അദ്ദേഹത്തിന് അങ്ങനെയൊന്നും ആവശ്യമില്ല, ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് എന്നെ ചേർത്ത് പിടിച്ച കേസ് തന്നെ മന്ത്രിസഭ വന്ന ശേഷം പിൻവലിക്കുന്നത്. ഇതൊരു ഉദാഹരണം. ഇതുപോലുള്ള നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഏറ്റവും ഞാൻ വിഷമത്തോടെ കാണുന്നത് സരിത നായരുടെ പേരിൽ പിണറായി വിജയൻ ഗണേശനോട് കൂടി പ്ലാൻ ചെയ്ത് ഗൂഢാലോചന നടത്തി. എന്നിട്ട് എന്ത് ചെയ്തു, ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു 4 പേജ് അഡീഷണൽ ആയിട്ട് സരിത ജയിൽ കിടന്നപ്പോൾ എഴുതിയ ഭാഗം പുറത്തു വന്ന 5 പേജ് അവർ എഴുതി ചേർത്തു. അതിലാണ് വ്യാജമായിട്ട് എഴുതി ചേർത്തത് അദ്ദേഹം ക്ലിഫ് ഹൗസിൽ വെച്ച് സരിത നായരെ ലൈംഗികമായി വൈകൃതങ്ങൾ ഉപയോഗിച്ചു എന്നുള്ള കാര്യം. എന്തായാലും അത് അദ്ദേഹത്തെ അട്ടിമറിക്കാൻ പ്രതിപക്ഷം കണ്ട ആയുധമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തെ അല്ലാതെ അട്ടിമറിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പം എന്തായാലും ശരി, ഉമ്മൻചാണ്ടി എന്ന ഒരു വലിയ മഹാവിഗ്രഹമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തെ പിന്നിൽ നിന്ന് ചതിക്കുകയായിരുന്നു പലരും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് നല്ല ബന്ധമാണ്. ആ ബന്ധം ഇപ്പോഴും സുദൃഢമാണ്. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മന്ത്രിസ്ഥാനം കൊടുക്കേണ്ട ആവശ്യമായിരുന്നു എന്നുള്ളതാണ് സത്യം. അത് കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങൾ മറിയാമ്മ ഉമ്മനെ കണ്ടു കഴിയുമ്പോൾ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ചാണ്ടി ഉമ്മൻ മന്ത്രിയാകുന്നതിന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് നടക്കാതെ പോയത് എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ വളരെ വിദഗ്ധമായി തന്നെയാണ് അദ്ദേഹം ഉത്തരം നൽകിയത്. അതായത് ദൈവഹിതം അതായിരിക്കില്ല, എല്ലാവരോടും ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെയാണ് ഉമ്മൻചാണ്ടി എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹത്തോട് തെറ്റ് ചെയ്തു എന്ന് ഉത്തമ ബോധ്യമുള്ള ആളുകളോടും ഉമ്മൻചാണ്ടി പൊറുക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്, ഞങ്ങളെയും അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല എന്ന് കണക്കാക്കി അതിൽ യാതൊരു സങ്കടപ്പെടാനുള്ള വസ്തുതകളൊന്നുമില്ല. ഒരുപക്ഷെ ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിലെ ഈ 14 മണ്ഡലങ്ങളിലും ഉമ്മൻചാണ്ടിയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ട അവസ്ഥയാണ്. 140 മണ്ഡലങ്ങളിലും എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ സ്വാധീനം ഉണ്ടായിരുന്നത് എന്നുകൂടി മറിയാമ്മ ഉമ്മൻ പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വാധീനം 2026 തെരഞ്ഞെടുപ്പിൽ പ്രകടമായി. മാത്രമല്ല നാളിതുവരെയില്ലാത്തൊരു ഭൂരിപക്ഷത്തോടു കൂടി തന്നെയാണ് ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. ചാണ്ടി മോനെ എന്നാണ് പുതുപ്പള്ളിക്കാർ ഉമ്മൻചാണ്ടിയുടെ മകനെ അഭിസംബോധന ചെയ്യുന്നത്. അതിൽ തന്നെ ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹവായ്പ കാണാൻ സാധിക്കും. ഇതിലൊക്കെ അപ്പുറത്തേക്ക് പിന്നെ എന്താണ് ഒരു നേതാവിന് കിട്ടാനുള്ളത് എന്നുകൂടിയാണ് മറിയാമ്മ ഉമ്മൻ ചോദിച്ചത്. എങ്കിലും വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകന് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന പേരിലല്ല, തികച്ചും അർഹതയുണ്ടായിരുന്നിട്ട് എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മന് ഇക്കുറി മന്ത്രിസ്ഥാനം ലഭ്യമാകാതെ പോയത് എന്നൊരു നൊമ്പരം കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒളിഞ്ഞു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും സ്വർഗീയനായ ഉമ്മൻചാണ്ടിയുടെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പരശതം ആളുകൾ പ്രാർത്ഥിക്കുന്നു. കൂട്ടത്തിൽ അദ്ദേഹത്തിന് ആത്മശാന്തിക്ക് വേണ്ടി ക്രൈം പ്രാർത്ഥിക്കുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.